വെറും 5 രൂപ മാത്രം വിലയുള്ള ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട നാറ്റമുള്ള പാൻ മസാല. അതിന് വേണ്ടിയിട്ട് പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഷാരൂഖ് ഖാൻ, അജയ് ദേവ്ഗൺ അല്ലെങ്കിൽ അക്ഷയ് കുമാർ, ടൈഗർ ഷറഫ് പോലുള്ള ആൾക്കാരാണ്. അക്ഷയ് കുമാറിനെ പുതിയതിനകത്ത് കണ്ടില്ല, പഴയതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഇവർക്കെതിരെ ഇതിന് മുന്നേ തന്നെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്ന് ഇതുപോലുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളിൽ ഇനി മേൽ അഭിനയിക്കരുതെന്നുള്ള തരത്തിലേക്ക്. അതിനെയൊക്കെ ഒരു തരത്തിലും വിലയില്ലാതെ കൂസലില്ലാതെയാണ് ഇത്രയും വലിയ തള്ളിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഇയാൾ. അതായത് ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് വെറും 5 രൂപ മാത്രം വിലയുള്ള പാൻ മസാലയ്ക്കകത്ത് കുങ്കുമപ്പൂവിൻ്റെ ശക്തി, ഓരോ തരയിലും കുങ്കുമപ്പൂവിൻ്റെ ശക്തി മണമൊക്കെ ഉള്ള ആ പരസ്യം കണ്ടു കഴിഞ്ഞാൽ അതിലേറെ ചിരി വരുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇതിൻ്റെ ആ ദുർഗന്ധം അനുഭവിച്ചുള്ള ഏതൊരു വ്യക്തിക്കും അറിയാക്കി ഇത് എന്തുമാത്രം വൃത്തികെട്ട നാറ്റമാണെന്നുള്ളൊരു കാര്യം. ഇതിനെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യൻസ് സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്ന കാര്യമാണ്. നമ്മൾ അങ്ങോട്ട് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരുടെ ചുണ്ടിലും ഈ സാധനം ഇരിക്കുന്നത് കാണാനും പറ്റും. പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ട്രെയിനിലൊക്കെ കയറുന്ന സമയത്ത് ഇത് തൊട്ടടുത്തോടെ ആൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ, ഒമിറ്റ് ചെയ്യാൻ വരുന്ന അത്രയും വൃത്തികെട്ട രൂക്ഷ ഗന്ധമാണ് ഇതിലുള്ളത്. അതാണ് കുങ്കുമപ്പൂവിൻ്റെ ഗന്ധം എന്നുള്ള തരത്തിലേക്ക് ഈ തള്ളിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജയ്പൂരിലുള്ള ഒരു വ്യക്തി നമ്മുടെ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന് പരാതി കൊടുക്കുകയും അതിന്മേൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മാർച്ച് 13-നകം ഈ പറയുന്ന നേരിട്ട് ഹാജരാകുക അല്ലെങ്കിൽ ആൾക്കാർ മുഖേന ഏതെങ്കിലും ഒരു വ്യക്തിയെ മുഖേന ഇതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് മുന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന പാനീയങ്ങൾ, ശീതള പാനീയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ഷാരൂഖ് ഖാനെതിരായിട്ട് സംസാരിക്കുന്നതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാരൂഖ് ഖാൻ അന്ന് പറഞ്ഞൊരു കാര്യത്തിന് സത്യത്തിൽ ഞാൻ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും. കാരണം അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് തെറ്റാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ, ഈ പരസ്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ വൃത്തികെട്ട പാനീയങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിൽപ്പന ഇന്ത്യയിൽ നിരോധിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്ന തരത്തിലേക്ക് ഷാരൂഖ് ഖാൻ ഒന്ന് ചോദ്യം ചോദിക്കുന്ന സാധനം കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ അതിന് നല്ല കാര്യത്തിൽ റിയാക്ട് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ പിന്നെ അത് ഇപ്പോഴാണ് ഇതരപ്പോലുള്ള സാധനങ്ങളും ഇങ്ങേര് പ്രൊമോട്ട് ചെയ്യുന്നുള്ളൊരു കാര്യം ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ കാണുന്നതെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു കാര്യം മനസ്സിലാവുന്നത്, വൈരുദ്ധ്യാത്മകമായിട്ടൊരു കാര്യം മനസ്സിലാവുന്നതെന്ന് പറഞ്ഞത്. ഇത്രയും കോടിക്കണക്കിന് പണമുള്ള ഈ ആൾക്കാർക്കൊക്കെ അപ്പം എത്രമാത്രം രൂപ കൊടുത്തിട്ടായിരിക്കണം ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് പരസ്യമൊക്കെ ആടൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർക്ക് എന്തിൻ്റെ ഇത്രയും അറിവും അല്ലെങ്കിൽ ലോകപരിചയവും എല്ലാം ഉള്ള ഈ വ്യക്തികളാണ്. അവരുടെ സ്വന്തം മക്കൾക്ക് ഇനി ഇതാണോ കലക്കി കൊടുക്കുന്നതെന്ന് മാത്രം മനസ്സിലാവാത്തൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഈ പരാതി കൊടുത്ത വ്യക്തി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 1 കിലോ യഥാർത്ഥ ക്വാളിറ്റിയിലുള്ള കുങ്കുമപ്പൂ മേടിക്കണമെങ്കിൽ 3-4 ലക്ഷം രൂപയോളം അടുത്ത് പൈസ വരും. ആ സമയത്താണ് വെറും 5 രൂപ മാത്രമുള്ള ഈ ഒരു പാൻ മസാലയ്ക്കകത്ത് കുങ്കുമപ്പൂവിൻ്റെ അംശം ഉണ്ടെന്നുള്ള തരത്തിലേക്കൊക്കെ ഇവർ ഈ പരസ്യം നടത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉപഭോക്താക്കളെ തെറ്റിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യത്തിലേക്കാണ് ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതായതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കരമായിട്ട് നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കുറച്ചധികം നാളുകളായിട്ട് ഇപ്പം കണ്ടുകൊണ്ട് വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കാര്യം എടുത്ത് ഭയങ്കരമായിട്ട് വിശാലമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈ പറയുന്ന ഗാംബ്ലിംഗ് ആപ്പുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന കുറേയധികം ആൾക്കാർ, യൂട്യൂബേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. മലയാള സിനിമാ താരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഈ പറയുന്ന കണക്ക് ഡേറ്റിംഗ് ആപ്പുകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസത്തെ ചർച്ച ചെയ്തായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ ഒരു വ്യക്തികളപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൊള്ളലാഭത്തിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ബോളിവുഡ് നടന്മാരാണ്, ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ സിനിമകൾ അഭിനയിക്കുന്ന സമയത്തും കോടിക്കണക്കിന് രൂപയാണ് ഇവർ വാരിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് കയ്യും കണക്കില്ലാത്തതാണ്. ഇവരുടെ ആസ്തികൾ എന്ന് പറഞ്ഞാൽ അതിലപ്പുറം നിൽക്കുന്നതാണ്. എന്നിട്ട് പോലും ഈ നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടി അവരുടെ ആ കോടികൾക്ക് മുൻപിൽ എന്തായാലും ഈ ആഡ് ചെയ്യുന്നതിന് ഭയങ്കര തരത്തിലുള്ള അവരുടെ പൈസ വെച്ച്, ആസ്തി വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും തെറ്റായിട്ടുള്ള കാര്യങ്ങളെ ഈ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ട് വാങ്ങിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഇവരുടെയൊക്കെ സത്യത്തിൽ പേഴ്സണാലിറ്റി എന്താണ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വ്യക്തിത്വം എന്താണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പം ഈ നമ്മൾ സിനിമയിൽ കാണുന്ന ഇതുപോലുള്ള നല്ല വേഷങ്ങൾ, നല്ല പിള്ള ചമയുന്ന ആ അഭിനയം, അത് നമ്മൾ കാണുക, കൈയടിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് അവിടെ കളയുക. അതിനപ്പുറത്തേക്ക് ഈ ഫാൻസ് കുറേ ഈ പറയുന്ന നടന്മാരോടുള്ള വല്ലാത്ത തരത്തിലുള്ള ആരാധന, ഇതൊന്നും കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമുക്ക് നല്ലതിലുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്തു തരുന്നില്ല. നമ്മൾ കൃത്യമായി പൈസ കൊടുക്കുന്നു, അവർ അഭിനയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കാണ് അവർ ഈ പറയുന്നത്, നമ്മൾ കാണുന്നത് കൊണ്ടാണ് അവർ നടന്മാരായി കയറി പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന പൈസ തന്നെയാണ് അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടിയിട്ട് നമ്മളാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കൊരു സപ്പോർട്ടും അവരിൽ നിന്ന് കിട്ടുന്നില്ല. എന്നിട്ട് നമ്മൾ അവരെ താങ്ങിക്കൊണ്ട് കിടക്കുകയാണ്. എവിടെയെങ്കിലും മൂലയ്ക്ക് കാണുന്ന സമയത്ത് സെൽഫി എടുക്കാൻ വേണ്ടി ഓടി നാണം കിടന്ന കുറേയധികം വീഡിയോസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തിനു വേണ്ടിയാണ്, അപ്പോൾ ആർക്കാണ് സത്യം പറഞ്ഞാൽ സമൂഹത്തിനോട് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്ത ബോധം ഉള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത്
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളതുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇനി അതിനപ്പുറത്തേക്ക് അയാൾ തെറ്റായിട്ടുള്ള തരത്തിലേക്കാണെങ്കിലും വന്ന് ഷാരൂഖ് ഖാൻ പറഞ്ഞൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ലഹരി മരുന്നിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടും ഈ പറഞ്ഞ മദ്യം പോലുള്ള കാര്യങ്ങളിലുമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മനുഷ്യർക്ക് പ്രശ്നമുള്ള സിഗരറ്റ് അടക്കം നമ്മൾ പറയുന്നു ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു, മദ്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, പാൻ മസാല പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഹാനികരമാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇതിൻ്റെ വിൽപ്പന ഇവിടുന്ന് തുടച്ചു മാറ്റപ്പെടാത്തത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മുന്നിലേക്ക് വരേണ്ട ആൾക്കാർ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടെ സംസ്ഥാന സർക്കാർ എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനം എടുക്കേണ്ട കുറേയധികം കാര്യങ്ങളാണ്. ഇതൊന്നും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സാധനങ്ങൾ വിറ്റ് വരവ് നടത്തി വരുന്ന സമയത്ത് നമുക്കുടെ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻകം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമ്പത്തിക മേഖലയിൽ. അതുകൊണ്ട് തന്നെ അത് ഒറ്റയടിക്ക് ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് വരില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും കാര്യപ്രാപ്തി അനുസരിച്ചും അല്ലെങ്കിൽ ശേഷി അനുസരിച്ച് വകതിരിവനുസരിച്ച് അവരവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു നടൻ വന്നിട്ട് ഇതിന് മണമുണ്ട് അല്ലെങ്കിൽ ഇത് ഗുണമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ എന്ത് ഉപയോഗിക്കണം, നമ്മൾ എന്ത് വാങ്ങിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സ് ആയിരിക്കണം. അത് മറ്റൊരാൾ നമ്മൾ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒന്നായി മാറുന്ന സമയത്താണ് ഇവരിലേക്ക് ഈ പരസ്യങ്ങൾ കൂടുതലായി വന്നു കയറുന്നത്. നമ്മുടെ വിശ്വാസ്യതയെ വിറ്റുകൊണ്ട് ഇവർക്ക് കൂടുതൽ കോടിക്കണക്കിന് പൈസ കിട്ടാനുള്ള ഒരു വഴി നമ്മൾ തന്നെ തുറന്നിട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പം എത്രമാത്രം വൃത്തികെട്ട ഒരു കാര്യം ചെയ്തിട്ടും അവർക്ക് യാതൊരു കൂസലുമില്ല, അവർ വീണ്ടും അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമത്തിൻ്റെ മേലെ അവർക്ക് പുല്ല് വിലയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിനു മുന്നും ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വിലക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ടും പരസ്യങ്ങൾ ഈ കോടികൾ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടോ പരസ്യങ്ങൾ ഇവർ ഈ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് വീണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമത്തിനോടുള്ള വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിയമമാണ് പ്രതികരിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് എത്ര പുണ്യവാളനായാലും എത്ര വലിയ കൊമ്പത്തിരിക്കുന്നവന്മാരായാലും നമ്മൾ ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചാൽ മാത്രമേ ഇതിനൊക്കെ പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാവുള്ളൂ. അതിലപ്പുറത്തേക്ക് ഇത് വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പിന്നെ ഒന്നും മിണ്ടത്തില്ല, നമ്മളെ തെറി വിളിക്കാൻ മാത്രമേ വരുള്ളൂ. പക്ഷേ ഇത് ഞാൻ ഏറ്റവും കൂടുതൽ സത്യത്തിൽ കണ്ടുള്ളത് നോർത്ത് ഇന്ത്യൻസ് മാത്രം ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷേ നോർത്ത് ഇന്ത്യൻസ് ആണ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നത്. പക്ഷേ അത് അതിരൂക്ഷമായിട്ടുള്ള ഗന്ധമാണ്, വൃത്തികെട്ട ഗന്ധമാണ്. അതിലപ്പുറത്തേക്ക് നമ്മുടെ കാർത്തിക് സൂര്യ എന്ന് പറയുന്ന യൂട്യൂബറെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുക എന്ന തരത്തിലേക്കാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ഉപയോഗിച്ച് അത് എത്തരത്തിലാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി. എന്നിട്ട് അയാൾ കാണിച്ചുള്ള പരാക്രമങ്ങൾ നമ്മൾ കണ്ടത്, അതായത് അത്രയും രൂക്ഷമായിട്ട് വൃത്തിയുടെ സാധനങ്ങൾ അയാൾ തുപ്പിക്കളയാനൊക്കെ എടുത്ത പാട്. അപ്പം അത്രയും വൃത്തിയുടെ ഒരു സാധനത്തിനെ എങ്ങനെ വലിച്ചു കയറ്റുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ചവച്ചരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാത്തൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കൃത്യമായിട്ട് പ്രതികരിച്ചാൽ മാത്രമേ നമ്മളെ വിറ്റ് കാശുണ്ടാക്കുന്നവന്മാർക്ക് കൃത്യമായിട്ടുള്ള തിരിച്ചടി കിട്ടുകയുള്ളൂ.